വിവിധ തൊഴിലാളി സമരങ്ങളുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. ആദ്യം ഓൺലൈൻ കമ്പനികൾക്കെതിരായി തൊഴിലാളികൾ നടത്താൻ പോകുന്ന സമരത്തിലേക്കാണ്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുകയാണ്. ഊബറിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായാണ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഊബർ ഡ്രൈവർമാർക്ക് പുറമെ സൊമാറ്റോ, സ്വിഗ്ഗി തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാകും. ഒരു പ്രതികരണം കാണാം. ഓൺലൈൻ മേഖലയിൽ തൊഴിലെടുക്കുന്ന ടാക്സി ഡ്രൈവേഴ്സായ ഞങ്ങൾക്ക് വളരെയധികം ചൂഷണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അംഗീകരിച്ച ഒരു മിനിമം വേതനം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ നിത്യേന കാണുന്ന പരമ്പരാഗത ടാക്സിക്കാരുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് തന്നെ ഈ ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ റാപ്പിഡോ, യൂബർ, ഓല പോലുള്ള കമ്പനികളാണ് ഇതിനൊരു മെയിൻ കാരണമായിട്ട് വരുന്നത്. കാരണം ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല. കേരളത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഏകീകൃതമായ ഒരു റേറ്റ് ഘടന ഉണ്ടായിട്ട് പോലും വിവിധ ജില്ലകൾക്ക് വിവിധ റേറ്റ് ഘടനയാണ് ഈ കമ്പനികൾ തരുന്നത്. നിത്യേന ജീവിത ചെലവുകൾക്ക് വേണ്ടി ഇറങ്ങി ഓടിയതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ ബാധ്യതകൾ മാത്രം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. അശ്വിൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ജില്ലകളിലും രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഈ ഊബർ തൊഴിലാളികളും അതുപോലുള്ള മറ്റ് ഓൺലൈൻ കമ്പനികൾക്ക് കീഴിൽ പണിയെടുക്കുന്നവരൊക്കെ. മാത്രമല്ല ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഭക്ഷ്യവിതരണ കമ്പനികൾക്ക് കീഴിലും പണിയെടുക്കുന്നവരാണ്. പക്ഷേ അവർക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല എന്നു തുടങ്ങിയ ഒരുപാട് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ തൊഴിലാളികൾ സമരത്തിനിറങ്ങാൻ പോവുകയാണ് നാളെ. തീർച്ചയായും അത് ഒരുപാട് ആളുകളെ ബാധിക്കും. കാരണം ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയവരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിനുമൊക്കെ ഏറെയും പേർ ഇന്ന് ആശ്രയിക്കുന്നത് ഇത്തരം ഊബർ പോലുള്ള ടാക്സി സർവീസുകളെയാണ്. ഭക്ഷ്യമേഖലയിലേക്ക് വന്നാലും ഈ സൊമാറ്റോ, സ്വിഗ്ഗി വഴിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്. ഇപ്പൊ കൊച്ചിയുടെ അവസ്ഥ തന്നെ എടുത്തു നോക്കൂ, എത്രയോ പേർ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്തിനാണ് ഈ സമരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താണ് അശ്വിൻ? ഇങ്ങനെ ഒരു സമരം നടത്താൻ ഈ തൊഴിലാളികളെ എത്തിച്ച ആ ഒരു സന്ദർഭം എന്താണ്? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓൺലൈൻ മേഖലയിൽ പലതരത്തിലുള്ള തൊഴിലാളി ചൂഷണങ്ങളാണ് നടക്കുന്നത്. ഈ ചൂഷണങ്ങൾ സഹിക്കാൻ വയ്യാതായതോടുകൂടിയാണ് തൊഴിലാളികൾ ഒന്നടങ്കം ഇത്തരത്തിൽ സമരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ മുതൽ 3 ദിവസത്തേക്കാണ് നിലവിലിപ്പോൾ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്, പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 17, 18, 19 ഈ 3 ദിവസങ്ങളിലായിരിക്കും ഓൺലൈൻ ടാക്സി ഡ്രൈവർ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ നാളെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മിനിമം ടാക്സി നിരക്ക് അത് വേണം എന്നുള്ളതാണ്. കാരണം നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ, അതുപോലെ തന്നെ ഈ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ. ഈ രണ്ടുപേരും വേതനത്തെ ചൊല്ലിയുള്ള, റേറ്റിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ റാപ്പിഡോ അല്ലെങ്കിൽ ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സി സർവീസുകളാണ് ഏറ്റവും കുറച്ച് ഇത്തരത്തിൽ സർവീസുകൾ നടത്തുന്നത്. ഈ റേറ്റ് മറ്റുള്ള പരമ്പരാഗതമായിട്ടുള്ള ഡ്രൈവർമാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തർക്ക വിഷയം. നിലവിലിപ്പോൾ ഈ ഊബർ അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഓൺലൈൻ തൊഴിലാളികൾ പറയുന്നത് അവർക്കും ഇത്തരത്തിൽ റേറ്റ് കുറച്ച് ഓടുമ്പോൾ വലിയ ബാധ്യതയാണ്. തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യത്തിന് ഉള്ള പൈസ പോലും ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നിലവിലിപ്പോൾ ഊബറിനെതിരെ തന്നെ ഈ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ പറയുന്നതും. അത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇവരുടെ പ്രതിദിന സബ്സ്ക്രിപ്ഷൻ തുക അത് കുറയ്ക്കണം എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ ഊബർ ഓടുമ്പോൾ അവർക്ക് പ്രതിദിനം 165 രൂപ പ്ലാറ്റ്ഫോം ഫീ ആയി അങ്ങോട്ട് നൽകേണ്ടതുണ്ട്. ഇത് കുറയ്ക്കണം. കാരണം പല ദിവസങ്ങളിലും അത്ര ഓട്ടം കിട്ടാത്ത ദിവസങ്ങളുണ്ട്. മാത്രമല്ല അവർക്ക് കിട്ടുന്നത് തന്നെ തുച്ഛമായ തുകയാണ്. ഈ തുകയിൽ നിന്ന് 165 രൂപ കൂടി അങ്ങോട്ട് തരുമ്പോൾ, പ്രതിദിനം തരുമ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അക്കൗണ്ടുകൾ ഏകപക്ഷീയമായി ബ്ലോക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. കാരണം പലപ്പോഴും ഊബർ തൊഴിലാളികൾക്ക് ഒന്നുകിൽ കൃത്യസമയത്തിന് എത്തിച്ചേരാൻ കഴിയുകയോ അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലത്തേക്കുള്ള റേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ പൊടുന്നനെ ഈ ഡ്രൈവർമാരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് അവസാനിപ്പിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഊബർ ടാക്സി തൊഴിലാളികൾ നാളെ മുതൽ ഈ ഒരു വലിയൊരു പണിമുടക്കിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ തൊഴിലാളികൾ നാളെ മുതൽ കേരള സവാരിയിൽ സർവീസ് നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കേരള സവാരി ആപ്പ് ഉപയോഗിച്ച് ഊബറിന് പകരമായി തന്നെ യാത്രക്കാർക്ക് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ദിവസം പൂർണ്ണമായും
ഊബർ പോലെയുള്ള ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾ സ്തംഭിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല. ലഭിക്കുന്ന വേതനം വളരെ കുറവാണ്. ജീവിത ചെലവുകൾക്കനുസരിച്ചുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള ചൂഷണങ്ങളാണ് ഈ ഓൺലൈൻ മേഖലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. നാളെ നടത്തുന്നത് ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണ്. അതിനുശേഷം വലിയ തരത്തിലുള്ള ഒരു പണിമുടക്കിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നിലവിലിപ്പോൾ നാളത്തെ സമരത്തിൽ സൊമാറ്റോ, സ്വിഗ്ഗി, ആമസോൺ തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു സമരത്തിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്കായിരിക്കും കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്നത് ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ, അതുപോലെ തന്നെ ഗിഗ് തൊഴിലാളികൾ. ഈ രണ്ട് വിഭാഗങ്ങളാണ് നിലവിലിപ്പോൾ നാളെ മുതൽ നടക്കുന്ന 3 ദിവസത്തെ ഈ ഒരു പണിമുടക്കിൽ ഉള്ളത്. സർക്കാർ അംഗീകൃതമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ആ ഒരു ഏകീകൃതമായിട്ടുള്ള വരുമാനം അത് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. റോഷ്നി.